ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. തൃശൂർ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കാലടി സ്വദേശി ലിവിയ ജോസും തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസുമാണ് പ്രതികൾ. ജെയ്സൺ ചാമുളപ്പിൽ നമുക്കൊപ്പം. ജെയ്സൺ ചാമുളപ്പിൽ, ഒരു സ്ത്രീയെ ജയിലിൽ കിടത്തിയ കേസാണ്, അതും അവർ ചെയ്യാത്ത കുറ്റത്തിന്. നമ്മൾ ആ വാർത്തയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. കുറ്റപത്രത്തിലെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് ജെയ്സൺ? സുജിയ, ചാലക്കുടിയിലെ ഷീല സണ്ണിയുടെ കേസുകൾ കേരളത്തിലെ കേസുകളുടെ ചരിത്രത്തിൽ തന്നെ ഒരു അപൂർവമായ കേസ് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. കുറ്റം ചെയ്യാത്ത നിരപരാധിയായ ഒരു സ്ത്രീയെ 72 ദിവസം ജയിലിലടക്കുക എന്ന് പറഞ്ഞാൽ നാം എത്രമാത്രം ഈ നീതിന്യായ വ്യവസ്ഥയുടെ എല്ലാ സാഹചര്യങ്ങളെയും എല്ലാ അവസ്ഥകളെയും മിസ്യൂസ് ചെയ്യപ്പെട്ട ഒരു കേസ് എന്ന് തന്നെ ചൂണ്ടിക്കാണിക്കാം. ഒരു വ്യാജ ലഹരി ഉണ്ട് എന്ന ഒരു സന്ദേശം ലഭിക്കുന്നു, ലഹരി ഉണ്ടെന്ന സന്ദേശം ലഭിക്കുന്നു. അതിനുശേഷം എക്സൈസ് വിഭാഗം വന്ന് അത് പരിശോധിക്കുന്നു. അങ്ങനെ ഒരു രാസവസ്തു കിട്ടുന്നു. 72 ദിവസമാണ് കുറ്റം ചെയ്യാത്ത ഷീല സണ്ണിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത്. ഒരു രീതിയിലും ഒരു ന്യായീകരണത്തിനും പ്രസക്തിയില്ലാത്ത ഒരു കേസായി മാറി. പിന്നീട് ആ കേസിൽ വ്യാജ ലഹരിയല്ല എന്ന് കണ്ടെത്തുന്നു. അതിനുശേഷം ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നു. അത്തരത്തിൽ കേരളത്തിലെ കേസുകളുടെ ചരിത്രത്തിൽ തന്നെ, പ്രത്യേകിച്ച് ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളുടെ ചരിത്രത്തിൽ തന്നെ ഒരു അപൂർവമായ കേസാണ്. നാളെ ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു സംഭവമായി മാറുകയാണ് സത്യത്തിൽ ചാലക്കുടിയിലെ ഷീല സണ്ണി കേസ്. തീർച്ചയായും ജെയ്സൺ ചാമുളപ്പിലാണ് വിവരങ്ങളുമായി നമുക്ക്